സ്കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ച കോടതി വിധിയിൽ ഇടപെടാനാകില്ല എന്നാണ് വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഷപ്നയുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഷപ്ന, ഇതിപ്പോ ഈ റാങ്ക് ലിസ്റ്റ് പുതുക്കി ഇറക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് നിലവിലെ കാര്യങ്ങൾ. സർക്കാർ ഇനിയിപ്പോ ഒരു നിയമ പോരാട്ടത്തിന് പോകുന്നോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഇനിയും ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഷപ്ന? ഇന്ന് സേതു, ഇന്നലെയായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായത്. ഇന്നലെ സിംഗിൾ ബെഞ്ച് ഈ റാങ്ക് ലിസ്റ്റും പ്രോസ്പെക്ടസും അടക്കം റദ്ദാക്കിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ സർക്കാർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിനെ ഹാജരായി ഈ കേസ് മെൻഷൻ ചെയ്യണം എന്നാവശ്യപ്പെടുകയും അതിൽ കോടതി ഇടപെടുകയും ചെയ്തു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ കേസിൽ വാദം കേട്ടത്. ഇതിൽ വിശദമായ വാദം തന്നെ AG ഉന്നയിച്ചിരുന്നു. ഒരു ഏകീകൃത മാനദണ്ഡം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിഷ്കരണം കൊണ്ടുവന്നത് എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദം. അപ്പീലിലും സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഇന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഒരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാണ്. റിവൈസിംഗ് കമ്മിറ്റിയുടെ പോലും അഭിപ്രായം കേൾക്കാതെയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവന്നത് എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ചും ഇതേ കാരണം കൊണ്ടായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 19 പ്രോസ്പെക്ടസ് തയ്യാറാക്കി ഇറക്കിയത്. ഈ പ്രോസ്പെക്ടസിൽ ഫെബ്രുവരി 19 പ്രോസ്പെക്ടസിൽ 1:1:1 എന്ന അനുപാതത്തിലാണ് മാർക്കുകൾ ക്രമീകരിച്ചിരുന്നത്. അതായത് +2 പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് 1:1:1 എന്ന അനുപാതമായിരുന്നു ഫെബ്രുവരി 19 പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ജൂലൈ 4 ഇറക്കിയ പ്രോസ്പെക്ടസ് ഭേദഗതി വരുത്തിയാണ് ജൂലൈ 4 പ്രോസ്പെക്ടസ് പുറത്തിറക്കുന്നത്. ഈ ജൂലൈയിൽ ഇറക്കുന്ന പ്രോസ്പെക്ടസ് 5:3:2 എന്നായിരുന്നു അനുപാതം. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് ആ രീതിയിൽ അനുപാതം കണക്കാക്കുകയായിരുന്നു. അതിനുശേഷം ഈ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയത് വൈകിട്ട് 4:48. പിന്നീട് 5:48 ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. 1 മണിക്കൂർ സമയത്തിനുള്ളിലാണ് ഈ പ്രോസ്പെക്ടസ് ഭേദഗതി വരുത്തി ഈ ഫലം പ്രസിദ്ധീകരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയാണ് ഈ വിദ്യാർത്ഥികൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. ഇത് കോടതി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തിരക്ക് പിടിച്ച നടപടിയായി പോയി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രോസ്പെക്ടസ് പ്രകാരം, അതായത് 1:1:1 എന്ന അനുപാതത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ്. ഏതായാലും നിലവിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി തന്നെയാണ് ഇപ്പോഴുണ്ടായത്. ഓക്കെ ഷപ്ന.